യുക്രൈനിലെ ആശുപത്രിയിലും ജയിലിലും ഇന്നലെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 27 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. മധ്യ യുക്രൈനിലെ ഡിനിപ്രോയിലെ ഒരു ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് 23 വയസ്സുകാരിയായ ഗർഭിണി ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടത്. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറിഷ്യയിലെ ബിലൻകിവസ്ക ജയിലിനു നേരെയുണ്ടായ ഗ്ലൈഡ് ബോംബ് മിസൈൽ ആക്രമണത്തിൽ 17 തടവുകാർ കൊല്ലപ്പെട്ടു. 80-ലേറെ പേർക്ക് പരിക്കേറ്റു. കീവിലെ ഡാണിറ്റ്സ്കിയിലെ 25 നില ഭവന സമുച്ചയത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ 4 വയസ്സുകാരി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. നഗരങ്ങൾ ഉൾപ്പെടെ 73 സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു. 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യയോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രൂക്ഷമായ ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഗ്ലൈഡ് ബോംബുകളാണ് പ്രധാനമായും ഉപയോഗിച്ചത്. 300-ലേറെ ഡ്രോണുകളും 3 ബാലിസ്റ്റിക് മിസൈലുകളും ആക്രമണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയിലെ എണ്ണ സംഭരണികളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ആക്രമിച്ചു. 74 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യുക്രൈനിലെ പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 3 മരണം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. 18 പേർക്ക് പരിക്കേറ്റു. സൈനിക യൂണിറ്റിന്റെ പരിശീലന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം തടയാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും നാശനഷ്ടം പൂർണ്ണമായി തടയാൻ സാധിച്ചില്ലെന്ന് സൈന്യം അറിയിച്ചു. യുക്രൈനിലെ ഏതു മേഖലയിലാണ് ആക്രമണമുണ്ടായതെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ വടക്കൻ യുക്രൈനിലെ ചെർണീവ് നഗരത്തിലാണ് ആക്രമണമുണ്ടായതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. ജൂണിൽ മധ്യ യുക്രൈനിലെ പരിശീലന കേന്ദ്രത്തിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 12 സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മേഖലയുടെ ചുമതലയുള്ള സൈനിക കമാൻഡർ രാജിയും സമർപ്പിച്ചിരുന്നു. യുദ്ധമുടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും ഇന്നു മുതൽ 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പുതിയ സമയപരിധി നൽകുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലിയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. യുക്രൈൻ യുദ്ധം 50 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തീരുവകൾ ചുമത്തി ശിക്ഷിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് ജൂലൈ 14-നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളും അധിക തീരുവ നേരിടേണ്ടി വരും. പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർ റട്ടുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ആ പ്രഖ്യാപനം. ഈ സമയപരിധി വെട്ടിക്കുറച്ചാണ് ട്രംപ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.